ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു വീഡിയോ ഇടുന്നത്. ഇത് ഓൾറെഡി ഒരു ഫെബ്രുവരി 8 എടുത്തൊരു വീഡിയോ ആട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിടുന്നത്. ഒരു കുട്ടി വീഡിയോ കേട്ടോ, നമ്മുടെ സാറക്കുട്ടിയുടെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. സാറയ്ക്ക് കുഞ്ഞൊരു സ്റ്റഡ് വാങ്ങിക്കാമെന്ന് ഓർത്തിട്ട് അപ്പം ഞാനും അച്ചാച്ചനും സൽമോനും സാറക്കുട്ടി അപ്പം അങ്ങനെ നമ്മൾ ഇവരുടെ ഷോപ്പിൻ്റെ ഉള്ളിൽ വന്നിട്ടോ. അതേ ആള് ഷാർജ ഗോൾഡ് സെൻ്റർ ആണ് കേട്ടോ. ഇതാ അവിടെ ജോയി അൽക്കാസിലാണ് അച്ചാച്ചൻ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞങ്ങളിത് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണേ. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഗോൾഡിൻ്റെ കടകളാണ് കേട്ടോ. പിന്നെ കുറച്ച് സിൽവർ ഷോപ്പുകളും ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞ് സ്റ്റഡുകളൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. സ്റ്റോൺ വെച്ചിട്ടുള്ളതും പിന്നെ പ്ലെയിനായിട്ട് ഗോൾഡ് മാത്രം ഉള്ളതും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിന് നമ്മളൊരു കുഞ്ഞ് കമ്മൽ ഗോൾഡ് മാത്രം ഉള്ളത് എടുത്തു കേട്ടോ. സ്റ്റോണിൻ്റെ കമ്മൽ ഓൾറെഡി ചെറിയ സ്റ്റഡുകളായിട്ട് ഇപ്പോൾ സെക്കൻഡ് സ്റ്റഡ് ആണെങ്കിലും എൻ്റെയിലാണെങ്കിലും കുറേ ഉണ്ട് കേട്ടോ. എനിക്ക് ആ ഒരു സ്റ്റോണൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് വലുപ്പമുണ്ട് കേട്ടോ. അപ്പം ഇത് കണ്ടില്ലേ, ഇതൊക്കെ കൊള്ളാം, പക്ഷെ ചിലപ്പോൾ കുത്തിയാലോ എന്ന് വിചാരിച്ചിട്ടേ വാങ്ങിച്ചില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ സാറയ്ക്ക് ഒരു സ്റ്റഡും എടുത്ത് എനിക്കൊരു കുഞ്ഞു നോസ് പെന്നും കൂടെ എടുത്തിട്ടോ. പിന്നെ വാലന്റൈൻസ് ഡേ ഒക്കെ ആയതുകൊണ്ട് അപ്പോൾ അതിൻ്റെ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു അവിടെ. ഇങ്ങനെ കുറേ നല്ല കളക്ഷൻസ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാൻ കേട്ടോ. ഇത് വാലന്റൈൻസ് ഡേയുടെ ഒക്കെ ഒരു ടൈമിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണേ. അടിപൊളിയായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ പിന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി മാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ കുറേ ഐറ്റംസ് പിള്ളേരെ കാണിക്കാനായിട്ട് പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. കോയിനിട്ട് കഴിയുമ്പോഴത്തേന് ഡാൻസിങ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറച്ച് നേരം സാറക്കുട്ടീനെ കയറ്റി ചുമ്മാ കുറച്ച് നേരം അവളെ കളിപ്പിച്ചു. അപ്പോൾ ഇത് ആക്ച്വലി ഫെബ്രുവരി 7 കേട്ടോ. 8 തീയതിയാണ് ബർത്ത്ഡേ. അപ്പം നമുക്ക് രാത്രി ചെറിയൊരു കേക്കൊക്കെ കട്ട് ചെയ്യാന്നുള്ള ഒരു ഇതിലാട്ടോ. വലിയ സംഭവമായിട്ടൊന്നുമില്ല, വേറെ ആരെയും വിളിക്കുന്നില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രദർ വന്നിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഗ്രാൻഡായിട്ട് തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കുറച്ചൊന്ന് മാറ്റി പിടിച്ചു, വീട്ടിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അധികം ആരെയൊന്നും വിളിച്ചിട്ടുമില്ല. അപ്പം അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പം ഒരെണ്ണത്തിൽ നിന്ന് ഇറങ്ങി അടുത്തത്തേക്ക് കയറി പിന്നെ 1-2 എണ്ണത്തെ കയറ്റിയിട്ട് നമ്മളങ്ങ് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. അടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് സൗകര്യമുണ്ട്, എപ്പോഴെങ്കിലും പോകാൻ വരാം അങ്ങനെ. അപ്പോൾ അങ്ങനെ സാറക്കുട്ടി ഇരുത്തരപ്പോൾ ഈ ഫ്രണ്ടിലത്തെ ഇരുന്നപ്പോഴത്തേക്കിന് വർക്കിംഗ് അല്ലായിരുന്നു കേട്ടോ. പിന്നെ ആ ചേട്ടൻ എന്തോ ചെയ്തിട്ട് പിന്നെ അത് വീണ്ടും ശരിയാക്കി തന്നിട്ടുണ്ട്. ഭയങ്കര വണ്ടി ഓടിച്ചിരിക്കുക കേട്ടോ സാറാ. അപ്പോൾ അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തിയിട്ടോ. ഇതാട്ടോ കുഞ്ഞ് സ്റ്റഡ് വാങ്ങിച്ച് സാറായിക്ക്. ഇതാണ് എനിക്ക് വാങ്ങിച്ച നോസ് പിൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെറുത് എൻ്റെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നാട്ടിൽ. അപ്പം ഞാൻ കുറച്ചും കൂടെ വലുതെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്താണ്, ചുമ്മാ രസത്തിന് എടുത്താം. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം രാത്രി 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സാറക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളൊരു കുഞ്ഞ് കേക്കൊക്കെ വാങ്ങിച്ചു. നല്ല കേക്കായിരുന്നു കേട്ടോ. അച്ചച്ചൻ്റെ സെലക്ഷനാണ്. നല്ല കേക്ക്, നല്ല ടേസ്റ്റ്, കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പേരൊക്കെ ഇങ്ങനെ സൈഡിൽ എഴുതിപ്പിച്ചിട്ട് നല്ലൊരു ക്യൂട്ട് കേക്കായിരുന്നേ. സാറയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് സമയമായി കേട്ടോ. 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ആക്ച്വലി ഇപ്പോൾ സാറക്കുട്ടിയുടെ ബർത്ത് ടൈമിൻ്റെ ഏകദേശം സമയമായിട്ടുണ്ട് കേട്ടോ. 12:55 സാറക്കുട്ടി ജനിക്കുന്നത്, രാത്രിയിൽ വെളുപ്പിന് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം. പെട്ടെന്നാണ് വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ TV പാട്ട് വെക്കാമെന്ന് പറഞ്ഞ ഹാപ്പി ബർത്ത്ഡേയുടെ. അപ്പം നമ്മളിങ്ങനെ പാട്ടിങ്ങനെ ചുമ്മാ പറഞ്ഞപ്പോൾ സാറ് പറയാം മിണ്ടാതിരിക്കുമെന്ന് പറയാം കേട്ടോ. അപ്പം അങ്ങനെ കത്തി പിടിക്കണമെന്ന് പറഞ്ഞിട്ട് വഴക്ക്. അപ്പോൾ അതിന് കൈ കൊടുക്കാനും നമുക്ക് പേടി, അവൾ സൂക്ഷിച്ചൊന്നും പിടിച്ചില്ലെങ്കിലൊന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു പാട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 1 2 3 എന്ന് പറഞ്ഞിട്ട് മണി അടിക്കുക കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഓടിച്ചു വിട്ടു. അവിടെ ക്ഷമ നശിക്കുന്നു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് ഓടിച്ചു വിട്ടാണേ. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you.
അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. പ്രോൺസ് റോസ്റ്റും ഗീ റൈസും അതുപോലെ തന്നെ സാലഡും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്, അധികം ആരും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊന്നും ഫുഡ് അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു കുട്ടി വ്ളോഗായിരുന്നു. നല്ല എന്താ പറയുക, ഒരു സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടോ. സാറയ്ക്ക് അങ്ങനെ 4 വയസ്സായി കേട്ടോ ഗൈസ്. ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് ഇടുമ്പോഴത്തേക്കിന് മാർച്ച് 1 ആയെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും സന്തോഷം നിറഞ്ഞൊരു വീഡിയോ. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.